നല്ലതായിരുന്നു, നല്ല ഫിലിമായിരുന്നു. നാടകം എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് വരുമ്പോഴും രസമായിരുന്നു, എൻജോയബിൾ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഇല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ഫിലിം മേക്കിംഗ് ആയാലും ഈവൻ എവറി ഫ്രെയിം വാസ് റിയലി ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് യു ഷുഡ് ആസ്ക് ഹിം ഓൾസോ. മാത്രം ഇതിനെ എന്താ പറയുക ഒതുക്കിയിട്ട് കാര്യമില്ല, സിനിമാറ്റോഗ്രാഫി മാത്രം വെച്ചുകൊണ്ട് ഒതുക്കിയിട്ട് കാര്യമില്ല. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇത് മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ, ഒരു അമർ ചിത്രകഥ കാണുന്ന പോലെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നലെ കേട്ട കുറേ റിവ്യൂസൊക്കെ വെച്ചിട്ട് ഞാൻ ബയസ്ഡ് ആയി പോകുമോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ വന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഭയങ്കര വൺ ഓഫ് ദി ബെസ്റ്റ് പടം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട്. സോ ഈ എന്താ പറയുക റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിയേറ്റർ ഇത് തന്നെയാണ് ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പം ഇന്നലെ ഒരു ലാലേട്ടൻ ഫാൻ തന്നെ ആയിട്ടുള്ള ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറയണ്ടായി, ഈ പടം ഭയങ്കര ലാഗാണ്. ഈ ലാഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു പടത്തിൽ ലാഗ് അല്ലെങ്കിൽ ആ ഒരു വ്യൂവിങ് ടൈം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തെന്ന് അതിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്? ഇവർക്ക് എന്ത് വേണം? ആറാന്തമ്പുരാൻ പോലെയുള്ള സിനിമകൾ മാത്രമാണ് അവർക്ക് കാണുന്നത്. നിങ്ങൾ സിനിമ കണ്ടു? ഇഷ്ടമായോ? ആദ്യത്തെ ഷോ ഇപ്പോൾ എന്താ പറയുക, ഇതൊരു മാസ് സിനിമ എന്നുള്ള രീതിക്ക് ഇതിനെ കാണരുത്. ഒരു സൂപ്പർ ഹീറോ എലമെൻ്റ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളിതൊരു ഞാനൊക്കെ പണ്ടൊക്കെ ബാലരമയൊക്കെ വായിച്ച് വളർന്ന ഒരാളാണ്. എനിക്കങ്ങനെ അത്രയും ആസ്വദിച്ച് എനിക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു അത്. ഇല്ലെന്നാ അത് നമ്മൾ മനസ്സിലുണ്ടാക്കുന്നതല്ലേ. ഇപ്പോൾ ട്രെയിലറൊക്കെ റിലീസായി, ഞാനിതിനെ കണ്ടിരുന്നത് ഓക്കെ എനിക്ക് സമയം കിട്ടിയാൽ കാണാം എന്നുള്ള രീതിക്ക് ഞാൻ കണ്ടിരുന്നൊരു സിനിമയാണ്. പക്ഷെ ആ ഒരു അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളൊരു സിനിമ കാണാൻ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇതിൽ നിന്ന് കിട്ടി. ഇപ്പം നൻപകൽ നേരത്ത് മയക്കം പലരുടെ അടുത്തു നിന്നും പല രീതിയിലുള്ള വളരെ നല്ല റിവ്യൂസ് കിട്ടിയിട്ടാണ് ഞാനത് കാണാൻ പോയത്. ചില സ്ഥലങ്ങളിൽ എനിക്ക് നൻപകൽ നേരത്തെ മയക്കം ഭയങ്കര എന്താ പറയുക ഇവർ പറയുന്ന ലാഗ് അതെനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആസ്വദിക്കണമെങ്കിൽ അത് ആസ് എ ഹോൾ കാണണം. നമ്മൾ ആസ് എ ഹോൾ ഒരു സിനിമ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ മോഹൻലാലിൻ്റെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു പാട്ട് അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. വാലിബിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആ സിനിമ കുഴപ്പമില്ല. അവസാനം കൊണ്ടുവന്ന് അവസാനം നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഒന്നും കൊള്ളാതെ. അടുത്തേ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല. നിരാശയാണ്. അവസാനം കൊണ്ടുവന്ന് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ട് സെക്കൻഡ് പാർട്ടാക്കി കളഞ്ഞ്. ഫസ്റ്റ് ഹാഫ് ഒന്നും കൊള്ളത്തില്ല. വാലിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ കുറച്ച് ക്ലാസ് ഉദ്ദേശിച്ചാണ് എടുത്തത്. പക്ഷെ മിക്ക സംഭവങ്ങളും നമുക്ക് കണക്റ്റ് ആകത്തില്ല. ലൈക്ക് കഥയുടെ എൻഡിങ് വന്നിട്ടൊരു സ്റ്റോറി ഉണ്ട്, പക്ഷെ അതുവരെ നീട്ടിപ്പിച്ചതിൽ ഒരുപാട് ലാഗ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് സിനിമയ്ക്ക്. പിന്നെ ഫ്രെയിംസ് ഒക്കെ കിട്ടില്ല. പക്ഷേ ക്ലാസ് ഉദ്ദേശിച്ചിട്ട് മിക്ക സാധനങ്ങളും നമ്മുടെ മേളിൽ നിന്ന് പോകും. പിന്നെ ലോജിക്കൊക്കെ എങ്ങനെ കാണിക്കാം. മൊത്തത്തിൽ ഇതുവരെയുള്ള എല്ലാത്തിലും ഹൈപ്പ് മാത്രമല്ല, പക്ഷെ മാസ് ഉദ്ദേശിച്ചാലും രണ്ടും മിക്സ് ചെയ്യാൻ നോക്കിയിട്ട് പക്ഷേ രണ്ടിൻ്റെ ഇടയ്ക്കും വരെ അതങ്ങ് പോയത്.